നിയമസഭാ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിച്ച് പ്രതിഷേധിക്കാനൊരുങ്ങുകയാണ് കൊല്ലം ജില്ലയിലെ പന്മന ചിറ്റൂർ സ്വദേശികൾ. ചവറ KMML-ൽ നിന്നുള്ള ആസിഡ് മാലിന്യം ചോർന്ന് ഭൂമിയും ജലസ്രോതസ്സുകളും മലിനമായ പ്രദേശങ്ങളിലെ ജനങ്ങളാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് പുനരധിവാസ നടപടികൾ തുടങ്ങിയില്ലെങ്കിൽ വോട്ടെടുപ്പ് ബഹിഷ്കരിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. ചവറ നിയോജക മണ്ഡലത്തിലെ പന്മന ചിറ്റൂർ പ്രദേശത്തെ ജലസ്രോതസ്സുകളുടെ അവസ്ഥയാണിത്. KMML-ൽ നിന്നുള്ള ആസിഡ് മാലിന്യം ചോർന്ന് മലിനമാക്കപ്പെട്ട വെള്ളവും മണ്ണും. ഭൂഗർഭജലം പൂർണ്ണമായും മലിനമാക്കപ്പെട്ടിട്ട് വർഷങ്ങളായി. കമ്പനി ചെലവിൽ ദിവസവും എത്തിച്ചു കൊടുക്കുന്ന കുടിവെള്ളം മാത്രമാണ് ഇവിടുത്തെ ജനങ്ങളുടെ ഏക ആശ്രയം. അമ്ലാംശമുള്ള ഭൂമിയിൽ ജീവിച്ച് ത്വക്ക് രോഗങ്ങളും ക്യാൻസർ ഉൾപ്പെടെയുള്ള മാരക രോഗങ്ങളും ബാധിച്ചവർ നിരവധിയാണ് ഈ പ്രദേശത്ത്. വീണ്ടും ഇങ്ങനെ ഇതുപോലെ ഈ വെള്ളം ഇറക്കുന്ന ഉടനെ വീണ്ടും ചൊറിച്ചിലുണ്ടാവുക. ഡോക്ടർമാർ പറയും ഇതിൻ്റെ പരിസരത്ത് താമസിക്കുന്നുണ്ടായത് സംഭവിക്കുമെന്നാണ് പറയുന്നത്. ഇവിടുന്ന് എങ്ങനെയെങ്കിലും അങ്ങ് പോകണമെന്നല്ലാതെ നമുക്കല്ലാതെ യാതൊരു വിഷമവും ഇല്ല പോകുന്നതിന്. തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴെല്ലാം ഭൂമി ഏറ്റെടുത്ത് താമസിക്കാൻ പകരം ഭൂമി നൽകുമെന്ന വാഗ്ദാനവുമായി രാഷ്ട്രീയ പാർട്ടികൾ എത്തും. പക്ഷേ ഇതുവരെ ഒന്നും നടന്നില്ല. ഇനിയും ഇത്തരം വാഗ്ദാനങ്ങളുമായി ആരും ഇങ്ങോട്ട് വരേണ്ടതില്ല എന്നാണ് ഇവർ പറയുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഇലക്ഷന് മുമ്പ് ശുഭ ഉപയോഗിച്ചോണ് ആ വീട്ടിൽ വന്നിരുന്ന് ഞങ്ങളെല്ലാവരും വിളിച്ച് പറഞ്ഞ് ഞാൻ ജയിക്കുവാണെങ്കിൽ 3 മാസത്തിനുള്ളിൽ ഈ സ്ഥലം ഞങ്ങൾ എടുപ്പിക്കുമെന്ന് പറഞ്ഞ്. ഇപ്പോൾ വർഷം 5 ആയി. വോട്ട് ചോദിച്ചു കണക്ക് ഇലക്ഷൻ ആകുമ്പോൾ വർഷം തോറും ഓരോരുത്തരും വന്ന് ഇത് ഞങ്ങൾ ജയിപ്പിച്ചാൽ ഞങ്ങൾ എടുത്തുതരാം ഇങ്ങനെ പറയുന്നതല്ലാതെ അത് വോട്ട് കഴിയുമ്പോൾ പിന്നെ അവരെ കാണത്തില്ല. തെരഞ്ഞെടുപ്പിന് വോട്ട് ചോദിച്ചു വരുന്നവർ ഇവരുടെ ഈ ചോദ്യങ്ങൾക്ക് കൂടി മറുപടി നൽകാൻ തയ്യാറായിരിക്കണം. അമ്ലാംശം ഭൂമിയുടെയും മണ്ണിന്റെയും വായുവിന്റെയും പോലും രാസഘടന മാറ്റിമറിച്ച ഈ ഭൂമിയുടെ പടപൊരുതി ഇനിയും മുന്നോട്ട് പോകാനാകില്ല എന്ന തിരിച്ചറിവ് തന്നെയാണ് ഈ നാട്ടുകാരുടെ പ്രതിഷേധത്തിന് കാരണം. ക്യാമറാമാൻ ഷിജു ചൗറയ്ക്കൊപ്പം ഉമേഷ് ബാലകൃഷ്ണൻ, റിപ്പോർട്ടർ, കൊല്ലം.